ഹലോ മക്കളെ, ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ 3 പാർട്ടുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മക്കളെല്ലാവരും അത് ചെന്ന് കാണണം. എന്നിട്ട് വേണം ഈ 4th പാർട്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ വരെയാണ് പഠിച്ചത്. മെയിലിലും ഫീമെയിലിലും കാണുന്ന ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിച്ചു. മെയിലിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായിരുന്നു? ഒന്ന് ഓർത്ത് നോക്കിയേ. 44 ഓട്ടോസോംസ് ഉണ്ടല്ലേ, അതിൻ്റെ കൂടെ എന്ത് വേണം? മെയിലിനാണെങ്കിൽ XY വേണം. ഫീമെയിലിനാണെങ്കിലോ 44 ഈക്വൽ തന്നെയാണ്. മെയിലിനും ഫീമെയിലിനായാലും 44 ഓട്ടോസോംസ് ഉണ്ട്. സെക്സ് ക്രോമസോം ഏതാണുള്ളത്? ഫീമെയിലാണെങ്കിൽ 2X ക്രോമസോമാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മെയിലിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിച്ചാൽ 44 + XYയും ഫീമെയിലിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിച്ചാൽ 44 + XX ആണ് അല്ലേ. ഓക്കെ, ഇത്രേ നമ്മൾ ക്ലിയർ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ നിന്നും ചില വേരിയേഷൻസ് ഉണ്ടാവാമെന്ന് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് സാധാരണ നിലയിലുള്ള ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിലെന്തെങ്കിലും വേരിയേഷൻ ഉണ്ടാകുമ്പോൾ അത് ചില ഡിസീസസ് ആയിട്ട് മാറാറുണ്ട്, അല്ലെങ്കിൽ അബ്നോർമാലിറ്റീസ് ആയിട്ട് മാറാറുണ്ട്. അങ്ങനെ ഒരു 4 ടൈപ്പ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതാണ് ടേണർ സിൻഡ്രം, ക്ലിൻഫെൽറ്റേഴ്സ് സിൻഡ്രം, XXX സിൻഡ്രം, XYY സിൻഡ്രം. ഈ 4 കേസസ് ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. 2 ഫീമെയിലിനെ എഫക്റ്റ് ചെയ്യുന്നതും 2 മെയിലിനെ എഫക്റ്റ് ചെയ്യുന്നതുമാണ്. അപ്പോൾ നമുക്കതിൻ്റെ കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിന് മുമ്പ് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. The Y chromosome of the father is important in sex determination. Why? അതാണ് ക്വസ്റ്റ്യൻ. അതെന്താണെന്നറിയോ? അതായത് ഫീമെയിലാണെങ്കിൽ 2X ക്രോമസോമാണുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ എഗ്ഗിലും എല്ലാ അണ്ടത്തിലും X ക്രോമസോംസ് മാത്രമേ കാണുള്ളൂ. മെയിലാണെങ്കിലോ X ക്രോമസോം ഉണ്ട്, Y ക്രോമസോം ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പേമിൽ X ക്രോമസോമുള്ള സ്പേം ഉണ്ടാവും, Y ക്രോമസോമുള്ള സ്പേം ഉണ്ടാവും. ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് ഫാദറിൽ നിന്നുള്ള Y ക്രോമസോമുള്ള സ്പേമും മദറിൽ നിന്നുള്ള X ക്രോമസോമുള്ള എഗ്ഗും തമ്മിലാണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതെന്താവും? അത് ആ കുട്ടി ഏത് കുട്ടിയാവാനാണ് സാധ്യത? മെയിലാണോ ഫീമെയിലാണോ ആവാൻ സാധ്യത? XY ക്രോമസോം, XY ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആർക്കാണുള്ളത്? മെയിലാണുള്ളത് അല്ലേ. ഓക്കെ, ഇനി വേറൊരു കേസിൽ മദറിൽ നിന്നുള്ള X ക്രോമസോമുള്ള എഗ്ഗും ഫാദറിൽ നിന്നുള്ള X ക്രോമസോമുള്ള സ്പേമും തമ്മിലാണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആ കുഞ്ഞെന്ത് കുഞ്ഞാവാനാണ് സാധ്യത? XX കോൺസ്റ്റിറ്റ്യൂഷൻ ആർക്കാണുള്ളത്? XX ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് ആർക്കാണ്? ഫീമെയിലാണ് അല്ലേ. അപ്പോൾ ആ കുട്ടി ഫീമെയിൽ ആവാനാണ് സാധ്യത. അപ്പോൾ ഫാദറിനാണ് ഒരു Y ക്രോമസോം ഉള്ളത്, ബാക്കി എല്ലാ ക്രോമസോം എന്താണ്? X ക്രോമസോമാണ്. അതുകൊണ്ട് തന്നെ സെക്സ് ഡിറ്റർമിനേഷനിൽ ഫാദറിൽ നിന്നുള്ള XY ക്രോമസോമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണുള്ളത്. ഓക്കെ മക്കൾ, ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കിയേ. ഇതൊരു കാരിയോ ടൈപ്പാണ്. സാധാരണ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ കാരിയോ ടൈപ്പ് പോലെയാണോ ഇത് കാണുന്നത്? ക്രോമസോമിൻ്റെ അറേഞ്ച്മെൻറ്റ് പോലെയാണോ ഇത് കാണുന്നത്? എന്തെങ്കിലും വേരിയേഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നോക്കിയേ, ലാസ്റ്റത്തെ ആ ക്രോമസോം, ഓട്ടോസോംസ് എല്ലാം ഒരുപോലെയാണ് അല്ലേ. നോക്കിയേ, 44 അല്ലെങ്കിൽ 22 പെയർ ഓട്ടോസോംസ് ഉണ്ട്, അല്ലെങ്കിൽ സൊമാറ്റിക് ക്രോമസോംസ് ഉണ്ട്. പക്ഷേ സെക്സ് ക്രോമസോമിൻ്റെ പ്ലേസിൽ നോക്കിയാൽ ആ റൗണ്ടിൽ കാണിച്ചിട്ടുള്ളത് ഒരൊറ്റ ക്രോമസോം മാത്രമേ ഉള്ളൂ, ഒരു X ക്രോമസോം മാത്രമേ ഉള്ളൂ അല്ലേ. ഇത് ഫീമെയിലിൽ കാണുന്ന ഒരു അബ്നോർമാലിറ്റിയാണ്. ഇവരുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 44 + X0 അല്ലെങ്കിൽ X എന്ന് മാത്രമാണ് എഴുതുക. അതായത് ഇവർക്ക് 45 ക്രോമസോംസ് മാത്രമേ ഉണ്ടാവുള്ളൂ, 46 ഉണ്ടാവില്ല. സെക്സ് ക്രോമസോമിൽ ഒരെണ്ണം കുറവായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ ടേണർ സിൻഡ്രത്തിനെ കുറിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് പോയിൻറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ടീച്ചർ ഒന്ന് വായിക്കാം, ശ്രദ്ധിക്കുക. ടേണർ സിൻഡ്രം ഈസ് എ ജനറ്റിക് ഡിസോർഡർ ദാറ്റ് എഫക്ട്സ് ഫീമെയിൽസ് കോസ്ഡ് ബൈ എ കംപ്ലീറ്റ് ഓർ പാർഷ്യൽ ആബ്സെൻസ് ഓഫ് 1 of the 2 X ക്രോമസോംസ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫീമെയിലിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. 2 X ക്രോമസോം ഉള്ളതിൽ ഒന്ന് പൂർണ്ണമായോ ഭാഗികമായോ ആബ്സെൻ്റ് ആയിരിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു ഡിസോർഡറാണ്. ഇറ്റ് ഓക്കേഴ്സ് ഇൻ അബൌട്ട് 1 in 2500 ഫീമെയിൽ ബർത്ത്. 2500 സ്ത്രീ കുട്ടികൾ ജനിക്കുമ്പോൾ അതിലൊരാൾക്കുണ്ടാകുന്ന ഒരു സിൻഡ്രോമാണിത്. കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടേണർ സിൻഡ്രം ഇൻക്ലൂഡ്. ഇവർക്കുണ്ടാകുന്ന ഈ ടേണർ സിൻഡ്രം ഉള്ളവർക്കുണ്ടാകുന്ന കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഷോർട്ട് സ്റ്റാച്ചർ, ശരിക്കും ഫിസിക്കലി അവർ ചെറുതായിരിക്കും. വെബ്ഡ് നെക്ക്, ഈ നെക്ക് നമ്മളെ പോലെ ഈ സാധാരണ ആളുകളെ പോലെയുള്ള നെക്കായിരിക്കില്ല, കുറച്ചൊരു വെബ്ഡ് പോലെ ഇരിക്കും. അതിൻ്റെ ചിത്രം ടീച്ചർ ഇതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ലോ ഹെയർ ലൈൻ അറ്റ് ദി ബാക്ക് ഓഫ് ദി നെക്കിൻ്റെ ബാക്ക് സൈഡിൽ ലോ ഹെയർ ലൈൻ ആയിരിക്കും. ബ്രോഡ് ചെസ്റ്റ് വിത്ത് വൈഡ്ലി സ്പേസ്ഡ് നിപ്പിൾസ്. വൈഡായിട്ടുള്ള ചെസ്റ്റ് ആയിരിക്കും, വൈഡ്ലി സ്പേസ്ഡ് നിപ്പിൾസ് തമ്മിൽ ഭയങ്കര വൈഡായിരിക്കും. സ്വള്ളൻ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്, ഹാൻഡ്സും കാൽപാദങ്ങളൊക്കെ സ്വള്ളൻ, ഒരു വീർത്തിരിക്കുന്ന ടൈപ്പായിരിക്കും. ഇത്തരം ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും. പക്ഷേ ഇവർ മെൻ്റലി റിട്ടാർഡഡ് ആയിരിക്കണം എന്നില്ല. ബുദ്ധിപരമായിട്ട് ഇവർ എല്ലാ കേസിലും എല്ലാവരും ബുദ്ധിപരമായിട്ട് വീക്കായിരിക്കണം എന്നില്ല. ചില സക്സസ്ഫുള്ളായ ആൾക്കാരും ഈ ടേണർ സിൻഡ്രോം ഉള്ളവർ ഉണ്ടായിരിക്കാം.
കേട്ടോ. അപ്പോൾ ഇത്രയും ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉണ്ടാവുക. ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കാനില്ല. മുതിർന്ന ക്ലാസ്സുകളിൽ പോകുന്തോറും പഠിക്കാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതെന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഓക്കെ. ഇനി മെഡിക്കൽ കോംപ്ലിക്കേഷൻസ്, ഹാർട്ട് ഡിഫക്ട്സ് ഉണ്ടാവാറുണ്ട്, കിഡ്നി പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്, ഹിയറിംഗ് ലോസ് ഉണ്ടാവാറുണ്ട്, തൈറോയ്ഡ് ഡിസോർഡേഴ്സ് ഉണ്ടാവാറുണ്ട്, ഓസ്റ്റിയോപോറോസിസ്, എല്ല് പെട്ടെന്ന് ഇങ്ങനെ ഒടിയുന്ന ടൈപ്പുള്ള ഡിസീസസൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ഡെവലപ്മെൻറ്റൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സ്, ഡിലേഡ് പ്യൂബർട്ടി പ്രായപൂർത്തി ആവാനായിട്ട് കുറച്ച് വൈകാറുണ്ട്, അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് പ്യൂബർട്ടി ആവും, ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടാണ് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാനായിട്ട് കാരണം എന്ന് വെച്ചാൽ നോൺ ഫങ്ഷനിങ് ഓവറീസ് അത്ര അങ്ങോട്ട് വെൽ ഡെവലപ്ഡ് ഓവറീസ് ഒന്നും ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളത്. ഈ തേർഡ് പോയിൻ്റാണ് നോർമൽ ഇൻ്റലിജൻസ്. മിക്കവാറും ആളുകൾക്ക് നോർമൽ ഇൻ്റലിജൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ ചിലവർക്ക് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാറുണ്ട്, എസ്പെഷ്യലി വിത്ത് സ്പേഷ്യൽ കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ഡിഫിക്കൽട്ടീസ് ചില ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇതിനൊരു ചിത്രമാണ് കേട്ടോ. ടീച്ചർ പറഞ്ഞില്ല, ചിത്രം കാണിച്ചു തരാം. ടേണേഴ്സ് സിൻഡ്രോം ഉള്ള ആളുടെ പെട്ടെന്ന് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഈ വെബ്ഡ് നെക്ക് എന്ന് പറയുന്നൊരു ഫീച്ചറാണ്. കണ്ടോ, ഒരു കഴുത്തിൻ്റെ പ്രത്യേകത ഇതാണ് കേട്ടോ, വെബ്ഡ് നെക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം കേട്ടോ. നെക്സ്റ്റ് സിൻഡ്രോത്തിലേക്ക് പോവാം. ക്ലിൻഫെൽറ്റർ സിൻഡ്രോം ഉള്ള ഒരാളുടെ സ്ട്രക്ചറാണ് കൊടുത്തിട്ടുള്ളത്. അവർക്ക് കൂടുതലും ഫെമിനൈൻ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും. മെയിലിൽ ഉണ്ടാവുന്ന ഒരു ഡിസോർഡറാണ് ക്ലിൻഫെൽറ്റർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ. പക്ഷെ അവർക്ക് എന്തായിരിക്കും, കുറച്ചൊക്കെ ഫെമിനൈൻ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും. കണ്ടോ, ഈ പ്യൂബിക് ഹെയർസൊക്കെ ഫീമെയിലിൻ്റെ പോലെ ആയിരിക്കും. സ്മോൾ ടെസ്റ്റസ് ആയിരിക്കും, ചെറിയ ടെസ്റ്റസ് ആയിരിക്കും. പിന്നെ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കും. സാധാരണ മെയിലില്ലാത്ത ക്യാരക്ടേഴ്സ് ആയിരിക്കും ഈ ക്ലിൻഫെൽറ്റേഴ്സ് ഉള്ള മെയിലിൽ കാണുന്നത് കേട്ടോ. കുറച്ച് ഫെമിനൈൻ ക്യാരക്ടേഴ്സ് ആഡ് ചെയ്ത് വരും. ഓക്കെ. പിന്നെ അവർക്ക് ചില ടോൾ സ്ട്രക്ചർ ആയിരിക്കും, സ്റ്റാച്ചർ ആയിരിക്കും, കുറച്ചും കൂടി ഉയർന്ന ശരീരപ്രകൃതിയുള്ള ആളുകളായിരിക്കും ഇവർ. പിന്നെ നമ്മുടെ ചെസ്റ്റ് ഹെയർസൊക്കെ മെയിലിൻ്റെ പോലെ ആയിരിക്കില്ല, കുറച്ചും കൂടി മിനിമൈസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ അതൊക്കെ ലോസ്റ്റ് ആവുന്നുണ്ടായിരിക്കും. പിന്നെ ഈ താടിയൊക്കെ ചെറുതായിട്ടേ വളരുള്ളൂ. കറക്റ്റ് മെയിലിനുണ്ടാവണ പോലെ ഒരു ബിയേർഡ് ഗ്രോത്ത് ഒന്നും ഇവർക്ക് ഉണ്ടാവില്ല, ഐക്യം കുറവായിരിക്കും. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സാണ് സാധാരണ ക്ലിൻഫെൽറ്റേഴ്സ് ഉള്ളവർക്ക്, സിൻഡ്രോം ഉള്ളവർക്ക് ഉണ്ടാവാറ് കേട്ടോ. ഓക്കെ, ഇനി നമുക്കിതൊക്കെ ഒന്ന് പോയിൻറ്റ്സ് ആയിട്ട് വായിച്ച് നോക്കാം. കണ്ടീഷൻ ദാറ്റ് എഫക്ട് മെയിൽസിനെ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ്. ഇറ്റ് ഓക്കേഴ്സ് വെൻ എ ബോയ് ഈസ് ബോൺ വിത്ത് 1 or more എക്സ്ട്രാ എക്സ് ക്രോമസോംസ്. ഒരു ബോയ്ക്ക് എക്സ്ട്രാ ഒരു എക്സ് ക്രോമസോം വരുമ്പോഴുണ്ടാവുന്ന ഒരു സിൻഡ്രോം ആണ് ഈ ക്ലിൻഫെൽറ്റർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ. മോസ്റ്റ് കോമൺലി XXY ഇൻസ്റ്റെഡ് ഓഫ് ദി ടിപ്പിക്കൽ XY ആണ് ശരിക്കും നമുക്ക് മെയിലിന് വേണ്ടത്, നമുക്കറിയാം അല്ലേ. പക്ഷേ അതിന് പകരം XXY വരുന്ന ഒരു കണ്ടീഷനാണ് ഈ ക്ലിൻഫെൽറ്റർ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, അവരുടെ കേസിലാണെങ്കിൽ ഒരു എക്സ്ട്രാ എക്സ് ക്രോമസോം വരണ്ടല്ലേ. ദിസ് എക്സ്ട്രാ ജനറ്റിക് മെറ്റീരിയൽ ക്യാൻ ലീഡ് ടു വാരിയസ് ഫിസിക്കൽ, ഡെവലപ്മെൻറ്റൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ചലഞ്ചസ്. ഈ എക്സ്ട്രാ വരുന്ന ഈ എക്സ് ക്രോമസോം പലതരത്തിലുള്ള ഫിസിക്കലും ഡെവലപ്മെൻറ്റലും റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ചലഞ്ചസൊക്കെ ഈ സിൻഡ്രോം ഉള്ള ആൾക്കാരിൽ ഉണ്ടാക്കാറുണ്ട്. അതാണ് നമ്മൾ കണ്ട ഈ ഫീച്ചേഴ്സൊക്കെ കേട്ടോ. കാരണം മെയിലായിരുന്നിട്ട് കൂടി ഒരുപാട് ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക്സ് അവർക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഫീമെയിലിൻ്റെ പോലെ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ്, പ്യൂബിക് ഹെയർസ് ഒക്കെ ഉണ്ടാവുക അല്ലേ. താടി അധികം വളരില്ല, നെഞ്ചത്ത് രോമ വളർച്ച കുറവായിരിക്കും, അതുപോലുള്ള ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇനി ഡയഗ്നോസിസ് എങ്ങനെയാണെന്ന് നോക്കാം. ക്രോമസോമൽ അനാലിസിസ്, അതായത് കാരിയോ ടൈപ്പ് ക്രോമസോം നമുക്ക് അനാലിസിസ് നടത്താൻ പറ്റും. അതുവഴി ഈ സിൻഡ്രോം ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഹോർമോൺ ടെസ്റ്റിംഗ്, ടു മെഷർ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽസ്. ഈ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുരുഷ ലൈംഗിക ഹോർമോണാണ്, മെയിലിനുണ്ടാവുന്ന റീപ്രൊഡക്റ്റീവ് ഹോർമോണാണ്. അത് ടെസ്റ്റ് ചെയ്തിട്ടും നമുക്ക് ഈ സിൻഡ്രോം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഈ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, ഈ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ചെയ്ത് നോക്കാം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ഹെൽപ്പ് ഡെവലപ്പ് മെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്. മെയിലിനുണ്ടാവേണ്ട സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഇല്ലേ, താടി വളർച്ച, രോമ വളർച്ചയൊക്കെ, അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റോസ്റ്റിറോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി നടത്തുന്നത്. ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്, ഇൻ സം കേസസ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് മേ ബി യൂസ്ഫുൾ. ചില ഇൻഫെർട്ടിലിറ്റി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ഒക്കെ നടത്തിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ തരത്തിലുള്ള ആളുകളെ ട്രീറ്റ്മെൻറ്റ് എടുക്കാം. എഡ്യൂക്കേഷണൽ സപ്പോർട്ട് ഫോർ ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, ചില ആളുകളിൽ ഉണ്ടാവാറുണ്ട്. ഈ സിൻഡ്രോം ഉള്ള ആളുകളിൽ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷണൽ സപ്പോർട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ലാസ്റ്റ് പോയിൻ്റാണ് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഫോർ ഇമോഷണൽ ആൻഡ് സോഷ്യൽ സപ്പോർട്ട്. കാരണം ഒരു മെയിലായിരുന്നിട്ട് കൂടി ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് സമൂഹത്തിൽ നിന്ന് പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഒക്കെ നടത്തിയിട്ട് അവർക്കൊരു ഇമോഷണൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഓക്കെ,
അടുത്തത് നമ്മുടെ ട്രിപ്പിൾ എക്സ് സിൻഡ്രോം ആണ്. ഈ ട്രിപ്പിൾ എക്സ് സിൻഡ്രോം ഉണ്ടാവുന്നത് ഫീമെയിലാണ്. ട്രിപ്പിൾ എക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ വേർഡ് തന്നെ അറിയാൻ പറ്റും. 44ൻ്റെ കൂടെ സൊമാറ്റിക് ക്രോമസോമിൻ്റെ കൂടെ 3 എക്സ് ക്രോമസോം കൂടി ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ അവർക്ക് എത്ര ക്രോമസോം ഉണ്ട്? 47 ക്രോമസോം ഉണ്ടായിരിക്കും. നോർമൽ ഹ്യൂമൻ ബീങ്ങിന് എത്ര ക്രോമസോം ഉള്ളത്? 46 ക്രോമസോമാണ് ഉണ്ടാവുക. അതിന് പകരം അല്ലെങ്കിൽ ഇവർക്ക് ഈ അനോമലിറ്റീസ് ഉള്ളവർക്ക് എത്ര ക്രോമസോം ഉണ്ടായിരിക്കും? 47 ക്രോമസോംസ് ഉണ്ടായിരിക്കും. ഒരു എക്സ്ട്രാ എക്സ് ക്രോമസോം കൂടി ഉണ്ടായിരിക്കും കേട്ടോ. എഫക്റ്റ് ഫീമെയിൽസ് ബട്ട് മേ ഷോ നോ ഓർ മൈൽഡ് സിംറ്റംസ്. ഇത് ഫീമെയിൽസിനാണ് എഫക്റ്റ് ചെയ്യുക, പക്ഷേ ചിലപ്പോൾ സിംറ്റംസ് ഒന്നും ഇവർ കാണിക്കാറില്ല. സാധാരണ ഒരു ഫീമെയിലിനെ പോലെ തന്നെ കാണാറുണ്ട്. കാരിയോടൈപ്പ് അനാലിസിസ് നടത്തുമ്പോൾ, ക്രോമസോമൽ അനാലിസിസ് നടത്തുമ്പോൾ മാത്രമാണ് ഇവർക്ക് ഇങ്ങനെ ഒരു ക്രോമസോമൽ അനോമലിറ്റീസ് ഡിസോർഡർ ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. മിക്കവാറും ആളുകൾക്ക് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും കാണിക്കാറില്ല കേട്ടോ. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ടൈപ്പാണ് XYY സിൻഡ്രോം എന്നാണ് ഇത് പറയുന്നത്. XY എന്താണ്? മെയിലിൻ്റെ ആണോ ഫീമെയിലിൻ്റെ ആണോ? ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ മെയിലിൻ്റെ ആണല്ലേ. അതുകൊണ്ട് തന്നെ ഇത് മെയിലിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സിൻഡ്രോം ആണ് കേട്ടോ. അവർക്കൊരു എക്സ്ട്രാ Y ക്രോമസോം ഉണ്ടായിരിക്കും. എ പേഴ്സൺ ഹാസ് 1 X ക്രോമസോംസ് ആൻഡ് 2 Y ക്രോമസോംസ്. അതായത് ഇവർക്കും എത്ര ക്രോമസോമാണ്? ടോട്ടൽ ക്രോമസോം എത്രയായിരിക്കും? 47 തന്നെ ആയിരിക്കും. ടിപ്പിക്കലി എഫക്റ്റ് മെയിൽസ് ഓഫൺ വിത്ത് നോർമൽ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ബട്ട് സം ടൈംസ് വിത്ത് ലേണിംഗ് ഡിഫിക്കൽട്ടീസ്. നോർമലായിട്ടുള്ള ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഒക്കെയാണ് ഉണ്ടായിരിക്കുക. ചില സമയത്ത് ചില ആളുകളിൽ മാത്രം എന്താണ് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് കാണിക്കാറുണ്ട്. പുറമേ കാണുമ്പോഴൊക്കെ സാധാരണ മെയിലിനെ പോലെ തന്നെ തോന്നിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ആ പേജിൻ്റെ തന്നെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് ജീനിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ജീനിൻ്റെ ഫംഗ്ഷനും ഡെഫിനിഷനും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ വേർഡ്സ് ഒന്ന് വായിച്ച് നോക്കാം. ജീൻ ഈസ് എ സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ് ഇൻ DNA. ഒരു പ്രത്യേക സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ് ആണ്. ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? DNA ബിൽഡിംഗ് ബ്ലോക്സിനെയാണ് നമ്മൾ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രത്യേക സീക്വൻസിനാണ് എന്ത് വിളിക്കുന്നത്? ജീൻ എന്ന് വിളിക്കുന്നത്. Proteins which are synthesized according to the instructions of genes are responsible for the formation of characteristic features and for controlling metabolic activities. ഈ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ സിന്തസൈസ് ചെയ്യണത്, ഉണ്ടാക്കപ്പെടുന്നത് എങ്ങനെയാണ്? അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ജീൻസ്. ഈ ജീൻസിൽ അടങ്ങിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ടാണ് പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യുന്നത്. ഈ പ്രോട്ടീൻസ് ആണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിനെയും മെറ്റബോളിക് ആക്ടിവിറ്റീസിനെയൊക്കെ കൺട്രോൾ ചെയ്യണത്. ഓക്കെ, അപ്പോൾ ജീനിൻ്റെ ഡെഫിനേഷനും ഫംഗ്ഷനും ആയിട്ടുണ്ട്. നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് RNA കുറിച്ചാണ്. DNA ആണെന്ന് ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി പഠിക്കേണ്ടത് RNA കുറിച്ചാണ്. DNAയുടെ ഫുൾ ഫോം എന്തായിരുന്നു? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നായിരുന്നു അല്ലേ. RNAയുടെയോ റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് മാത്രം. ഡിയോക്സി ഇല്ല, ഓക്സിജൻ ഒരെണ്ണം കുറവായതുകൊണ്ടാണ് DNAക്ക് ഡിയോക്സി എന്ന് പറയുന്നത്. RNAയുടെ ഫുൾ ഫോം എന്താണ്? റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. DNA എന്താണ്? ഡബിൾ സ്ട്രാൻഡഡ് ആയിരുന്നു അല്ലേ. പക്ഷേ RNAക്കോ മിക്കവാറും RNA സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. പിന്നെ RNA നമ്മൾ DNA പഠിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അതിലെ നൈട്രജൻ ബേസുകളുടെ ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. DNA നൈട്രജൻ ബേസസ് ഏതൊക്കെയായിരുന്നു? ATGC എന്ന് ഷോർട്ട് ഫോം വെച്ച് ഓർത്ത് വയ്ക്കാൻ ടീച്ചർ പറഞ്ഞിരുന്നു അല്ലേ. ATGC അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആയിരുന്നു. പക്ഷേ RNAയിൽ വരുമ്പോൾ എന്താണ്? AUGC ആണ്. അഡിനിൻ യുറാസിലാണ് വേണ്ടത്. ATGC അല്ല. RNAയിലാവുമ്പോൾ AUGC ആണ് വേണ്ടത്. അഡിനിൻ യുറാസിൽ ആണ് വേണ്ടത് കേട്ടോ. അഡിനിൻ യുറാസിൽ, AUGC ഗ്വാനിൻ, സൈറ്റോസിൻ. ഓക്കെ, അപ്പോൾ അതാണെന്ന് ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. ഡിഫറൻസസ് എപ്പോഴും ചോദിക്കാറുണ്ട്, കമ്പയർ ചെയ്ത് പറയാനായിട്ട് എപ്പോഴും പറയാറുണ്ട്. പിന്നെ പ്രോട്ടീൻ സിന്തസിസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതിൽ ജീൻസാണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ RNAയ്ക്കും പ്രോട്ടീൻ സിന്തസിസിൽ പങ്കുണ്ട്. അതെങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഓക്കെ, ഈ ടെക്സ്റ്റ് ബുക്കിലെ പോയിൻറ്റ്സ് ഒന്ന് വായിച്ചു നോക്കാം. RNA ഈസ് അനദർ ടൈപ്പ് ഓഫ് ന്യൂക്ലിക് ആസിഡ്. DNA പോലെ തന്നെ RNAയും ഒരു ന്യൂക്ലിക് ആസിഡാണ്. സിമിലർ ടു DNA, ദേ ആർ ഓൾസോ മെയ്ഡ് അപ്പ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. ഇതിൻ്റെയും ബിൽഡിംഗ് ബ്ലോക്സിന് നമ്മൾ എന്ത് തന്നെയാണ് പറയുക? ന്യൂക്ലിയോടൈഡ് എന്ന് തന്നെയാണ് പറയുക. DNAയുടെ ബേസിക് യൂണിറ്റിനെ നമ്മൾ, അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്കിനെ നമ്മൾ എന്താ പറയുക? ന്യൂക്ലിയോടൈഡ് എന്നാണ് പറഞ്ഞത്. RNAയുടെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് പറയുക. ഈച്ച് ഓഫ് ദി ന്യൂക്ലിയോടൈഡ് കണ്ടെയ്ൻസ് എ റൈബോസ് ഷുഗർ, എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആൻഡ് എ നൈട്രജനസ് ബേസ്. ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ. ഫോസ്ഫേറ്റ് ഗ്രൂപ്പും റൈബോസ് മറ്റേ ഷുഗർ എന്തായിരുന്നു? ഡിയോക്സി റൈബോസ് ഷുഗർ ആയിരുന്നു. ഇവിടെ എന്താണ്? ഒരു റൈബോസ് ഷുഗറാണ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, നൈട്രജൻ ബേസ് ഉണ്ട്. ദ നൈട്രജൻ ബേസ് ഇൻ RNA ആർ അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ ആൻഡ് സൈറ്റോസിൻ. മോസ്റ്റ് ഓഫ് ദി RNAs ഹാവ് എ സിംഗിൾ സ്ട്രാൻഡ്. കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതിൽ നൈട്രജൻ ബേസസ് പറയുമ്പോൾ യുറാസിൽ എന്ന് പറയുന്ന ഒരു പുതിയ നൈട്രജൻ ബേസ് കണ്ടോ? ഇതിലെന്താ? തൈമിനില്ല, അതിന് പകരം എന്താണ്? യുറാസിലാണ് ഉള്ളത് കേട്ടോ. തൈമിന് പകരം RNAയിലുള്ളത് ഏതാണ്? യുറാസിലാണ്. യുറാസിലിന് പകരം DNAയിലുള്ളത് ഏതാണ്? തൈമിൻ. ഇങ്ങനെ മാറ്റി മറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ നൈട്രജൻ ബേസിൻ്റെ കാര്യം ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ഓക്കെ.
ഇനി ഈ പേജ് നമ്പർ 16 ലാസ്റ്റത്തെ ഒരു കോളാണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് DNA-യുടെയും RNA-യുടെയും കാര്യങ്ങൾ കമ്പയർ ചെയ്ത് എഴുതാനുള്ളൊരു കോളാണ്. നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അറിയാലോ, മക്കളൊന്ന് ഓർത്ത് നോക്കിയാൽ എത്ര സ്ട്രാൻഡ്സ് ഉണ്ട് DNA-യിലാണെങ്കിൽ 2 സ്ട്രാൻഡ്സ് ആണുള്ളത്. RNA-യിലാണെങ്കിലോ 1 സ്ട്രാൻഡാണുള്ളത്. ടൈപ്പ് ഓഫ് ഷുഗർ മോളിക്യൂൾ എങ്ങനെയാണ്? DNA-യിൽ എന്ത് ഷുഗറാണ്? ഡിയോക്സി റൈബോസ് ഷുഗറാണ്. RNA-യിലാണെങ്കിൽ റൈബോസ് ഷുഗറാണ് അല്ലേ. ഇനി നൈട്രജൻ ബേസസ് ഏതൊക്കെയാണ്? നൈട്രജൻ ബേസസ് DNA-യിലാണെങ്കിൽ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആണ്. RNA-യിലാണെങ്കിലോ അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഓക്കെ, ഇത് ഈ കോളം ഫില്ല് ചെയ്തിട്ടുള്ളതാണിത്. ടീച്ചർ കോളത്തിൽ ഫില്ല് ചെയ്ത ടൈപ്പിൽ കാണിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കളത് നോട്ട്ബുക്കിലോ ടെക്സ്റ്റ് ബുക്കിലോ നോട്ട് ചെയ്ത് വെക്കുക. കണ്ടോ, നമ്പർ ഓഫ് സ്ട്രാൻഡ്സ്, ഡബിൾ സ്റ്റാൻഡേർഡ്, സിംഗിൾ സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ 2L നിന്നും 1 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡിൽ നിന്നും സിംഗിൾ സ്റ്റാൻഡേർഡിൽ നിന്ന് എഴുതാം. ടൈപ്പ് ഓഫ് ഷുഗർ ഡിയോക്സി റൈബോസ് ആണ് നമ്മുടെ DNA-യിൽ. RNA-യിലാണെങ്കിൽ റൈബോസ് ഷുഗറാണ്. അടുത്തത് നൈട്രജൻ ബേസസ് ആണ്. അഡിനിൻ, DNA-യിലത്തെ നൈട്രജൻ ബേസസ് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആണ്. RNA-യിലത്തെ നൈട്രജൻ ബേസസ് അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. കണ്ട, തൈമിന് പകരം യുറാസിലിന് പകരം തൈമിൻ. ഇതാണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. എപ്പോഴും ചോദിച്ചു കാണാറുണ്ട് എക്സാമിന് ഇത് കേട്ടോ. ഒരു 1 മാർക്ക് ക്വസ്റ്റനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് വെക്കുക. ഈ കോളൊക്കെ ഫില്ല് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ലേബൽ ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ, RNA-യെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാതും ഇങ്ങനെ പോയിൻറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് ടൈം കളയണില്ല. മക്കളിത് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇതൊന്ന് വായിച്ച് വെക്കാം. അധിക വായനയ്ക്ക് നമ്മൾ പരത്തി വായിക്കുന്നേക്കാളും പോയിൻറ്റ്സ് ആയിട്ട് കണ്ടാൽ നമുക്ക് കുറച്ചുകൂടി വായിക്കാൻ തോന്നുമല്ലോ. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് പറയണത്. അതുകൊണ്ട് ടീച്ചർ വീണ്ടും വായിക്കുന്നില്ല. ഓക്കെ കേട്ടോ. ഇത് ഇപ്പം മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേറൊരു വീഡിയോ ഇട്ടേക്കാം. പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് 2 സ്റ്റേജസ് ആയിട്ടാണ്. ഫസ്റ്റ് സ്റ്റേജാണ് ട്രാൻസ്ക്രിപ്ഷൻ, സെക്കൻഡ് സ്റ്റേജാണ് ട്രാൻസ്ലേഷൻ. ഓക്കെ, പ്രോട്ടീൻ സിന്തസിസിൻ്റെ 2 സ്റ്റേജസ് ആണ് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും. ഈ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ന്യൂക്ലിയസിലാണ്, ട്രാൻസ്ലേഷൻ നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജായ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ന്യൂക്ലിയസിലും സെക്കൻഡ് സ്റ്റേജായ ട്രാൻസ്ലേഷൻ നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ് കേട്ടോ. ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് ചോദിക്കാറുണ്ട്. ഇനി ട്രാൻസ്ക്രിപ്ഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ട്രാൻസ്ക്രിപ്ഷനിൽ DNA ഈസ് കോപ്പീഡ് ഇൻ ടു mRNA. DNA മെസ്സഞ്ചർ RNA-യിലേക്ക്, mRNA എന്ന് പറയുന്നത് മെസ്സഞ്ചർ RNA ആണ്, മെസ്സഞ്ചർ RNA-യിലേക്ക് കോപ്പി ചെയ്യുന്നു. അത് ന്യൂക്ലിയസിൽ വെച്ച് നടക്കുന്നു. ദെൻ ഇൻ ട്രാൻസ്ലേഷൻ റൈബോസോംസ് ഇൻ ദി സൈറ്റോപ്ലാസം റീഡ് ദി mRNA. നമ്മുടെ സൈറ്റോപ്ലാസത്തിലുള്ള റൈബോസോംസ് mRNA റീഡ് ചെയ്തിട്ട് പ്രോട്ടീൻ ബിൽഡ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയാണ് പ്രോട്ടീൻ സിന്തസിസ് 2 സ്റ്റേജസ് ആയിട്ട് നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ന്യൂക്ലിയസിലും സെക്കൻഡ് സ്റ്റേജ് സൈറ്റോപ്ലാസത്തിലും. ഓക്കെ, ഇനി നമുക്കറിയേണ്ട കാര്യങ്ങളാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് RNA. 3 ടൈപ്പ് RNA ആണ് നമുക്ക് പഠിക്കാനുള്ളത്. മെസ്സഞ്ചർ RNA, അതിന് നമ്മൾ mRNA എന്നാണ് ഡിനോട്ട് ചെയ്യുക, മെസ്സഞ്ചറിൻ്റെ M. നെക്സ്റ്റ് ആണ് റൈബോസോമൽ RNA, rRNA എന്നാണ് നമ്മൾ പറയുക, റൈബോസോമലിൻ്റെ RNA. ആൻഡ് ട്രാൻസ്ഫർ RNA നമ്മൾ tRNA എന്ന് ഡിനോട്ട് ചെയ്യുക, ട്രാൻസ്ഫർ എന്നുള്ളതിനെ ഷോർട്ടാക്കിയിട്ട് T എന്ന് എഴുതുന്നു. ഓക്കെ, അപ്പോൾ 3 ടൈപ്പ് RNAs ഏതൊക്കെയാണ്? മെസ്സഞ്ചർ RNA, റൈബോസോമൽ RNA, ട്രാൻസ്ഫർ RNA. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ എങ്ങനെ പറയാം? mRNA, rRNA, tRNA. ഓക്കെ, ഇനി ഓരോ RNAയ്ക്കും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. mRNA ക്യാരീസ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം DNA ടു റൈബോസോംസ്. DNA-യിൽ നിന്ന് റൈബോസോമിലേക്ക് ഇൻഫർമേഷൻസ് കൊണ്ടുപോകുന്ന ആളാണ് ആര്? mRNA, അല്ലെങ്കിൽ മെസ്സഞ്ചർ RNA. മെസ്സേജസ് കൊണ്ടുപോകുന്ന ആളാണ് മെസ്സഞ്ചർ RNA, വേർ പ്രോട്ടീൻസ് ആർ സിന്തസൈസ്ഡ്. rRNA ഈസ് എ സ്ട്രക്ചറൽ കമ്പോണൻറ്റ് ഓഫ് റൈബോസോംസ്. rRNA എന്ന് വെച്ചാൽ റൈബോസോമൽ RNA ആണ്. അത് നമ്മുടെ റൈബോസോമിലെ സ്ട്രക്ചറൽ കമ്പോണൻ്റ് ആണ്. rRNA ആണ് നമ്മുടെ സെല്ലുലാർ മെഷീനറി റെസ്പോൺസിബിൾ ഫോർ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമായ സെല്ലുലാർ മെഷീനറി ആയിട്ടാണ് നമ്മൾ rRNAയെ കൺസിഡർ ചെയ്യുന്നത്. ഈ tRNA അല്ലെങ്കിൽ ട്രാൻസ്ഫർ RNA എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ചെയ്യാണ്. എന്തിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു? അമിനോ ആസിഡ്സിനെ. എങ്ങോട്ട്? റൈബോസോമിലേക്ക്. ഈ അമിനോ ആസിഡ്സ് ചേർന്നിട്ടാണ് നമുക്കറിയാം പ്രോട്ടീൻസ് ഉണ്ടായിട്ടുള്ളത് അല്ലേ. പ്രോട്ടീൻസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സിനെ നമ്മൾ എന്താ വിളിക്കുക? അമിനോ ആസിഡ്സ് എന്നാണ് വിളിക്കുക അല്ലേ. അപ്പോൾ ഈ അമിനോ ആസിഡ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക എവിടേക്ക്? പ്രോട്ടീൻ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക്. പ്രോട്ടീൻ എവിടെയാണ് ഉണ്ടാക്കുന്നത്? റൈബോസോമിലേക്ക്. അതാണ് tRNAയുടെ ഫംഗ്ഷൻ. എൻഷുറിങ് ദി കറക്റ്റ് ബിൽഡിംഗ് ബ്ലോക്സ് ആർ അവൈലബിൾ ഫോർ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമായ കറക്റ്റായിട്ടുള്ള എല്ലാ ബിൽഡിംഗ് ബ്ലോക്സും അവിടെ അവൈലബിൾ ആക്കി കൊടുക്കുക. കറക്റ്റായിട്ടുള്ള എല്ലാ അമിനോ ആസിഡ്സും റൈബോസോമിൽ എത്തിച്ചു കൊടുക്കലാണ് tRNAയുടെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ 3 ടൈപ്പ് RNA ഒക്കെ ആയല്ലോ. ഇത് കറക്റ്റായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പ്രോട്ടീൻ സിന്തസിസ് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. mRNA, rRNA, tRNA 3 ടൈപ്പ് RNA, 3ൻ്റെയും ഫംഗ്ഷനും നന്നായിട്ട് ഓർത്ത് വയ്ക്കുക. ഓക്കെ,
നമുക്ക് ഈ പേജ് നമ്പർ 17 ഈ ചിത്രം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ. ഈ ഫസ്റ്റ് സ്റ്റേജ് കൊടുത്തിട്ടുണ്ട്, ട്രാൻസ്ക്രിപ്ഷൻ എന്ന് കൊടുത്തിരിക്കുന്നുണ്ടോ. അവിടെ ഒരു DNA ചിത്രം കാണിച്ചിട്ടുണ്ട് അല്ലേ. അത് DNA ഒന്ന് അഴിഞ്ഞ പോലെ ആയിട്ട് ഒരു സിംഗിൾ സ്റ്റാൻഡേർഡായിട്ട് കാണിച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ ആ DNA നിന്ന് mRNA ഫോം ചെയ്യാനാണ് കാണിച്ചിരിക്കുന്നത്. അത്രയും വരെ എവിടെയാണ് നടക്കുന്നത്. അത് കണ്ടോ, ഒരു ന്യൂക്ലിയസിൻ്റെ ഒരു മെംബ്രെയിൻ കാണിച്ചിരിക്കുന്നുണ്ടോ. ആ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് ഇത്രയും വരെ നടക്കുന്നത്. DNA നിന്ന് mRNA ഫോം ചെയ്യുന്നത് വരെ എവിടെയാണ് നടക്കുന്നത്, ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ്. പിന്നീട് കണ്ടോ, ഇങ്ങോട്ടൊരു ബ്രൗൺ കളറിൽ പുറത്തേക്കൊരു ആരോ മാർക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഓക്കെ, പിന്നെ ബാക്കി നടക്കുന്നത് അപ്പോൾ സൈറ്റോപ്ലാസത്തിലാണ് അല്ലേ. റൈബോസോമിൽ ലേബൽ ചെയ്തിരിക്കുന്നുണ്ടോ, ബ്ലൂ കളറിൽ റൈബോസോം ഉണ്ട്. റൈബോസോമിൻ്റെ ഉള്ളിലാണ് റൈബോസോമൽ RNA ഇരിക്കുന്നത്. നമ്മുടെ ട്രാൻസ്ഫർ RNA കണ്ടോ, കുറേ അമിനോ ആസിഡ്സിൻ്റെയൊക്കെ കൊണ്ടുവരുന്നത്. എന്നിട്ട് ഈ റൈബോസോമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പ്രോട്ടീൻ ഫോം ചെയ്യുന്നത് കണ്ടോ. അതാണ് ട്രാൻസ്ലേഷൻ. ഇപ്പുറത്തെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നടക്കുന്നതാണ് ട്രാൻസ്ക്രിപ്ഷൻ. ഇങ്ങനെയാണിത് ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ബാക്കി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്നാലും ടെക്സ്റ്റ് ബുക്കിലെ ലൈൻസ് ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഫസ്റ്റ് ട്രാൻസ്ക്രിപ്ഷനാണ്. mRNA ഈസ് ഫോംഡ് ഫ്രം എ സ്പെസിഫിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ്. നമുക്കറിയാം ആ സ്പെസിഫിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസിനാണ് ജീൻ എന്ന് പറയുന്നത്. ഇൻ DNA വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാരിയസ് എൻസൈംസ്. ഈ mRNA ഫോം ചെയ്യുന്നത് DNA നിന്നാണെന്ന് നമുക്കറിയാം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാരിയസ് എൻസൈംസ്, കുറച്ച് അധികം എൻസൈമുകളുടെ സഹായത്തോടെ. ദ mRNA കണ്ടെയ്ൻസ് മെസ്സേജസ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. mRNAയിലാണ് ഏത് പ്രോട്ടീനാണ് നിർമ്മിക്കപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ട്രാൻസ്ലേഷൻ. tRNAs ട്രാൻസ്ഫർ RNAs ക്യാരി സ്പെസിഫിക് അമിനോ ആസിഡ്സ് ടു ദി റൈബോസോം ബേസ്ഡ് ഓൺ മെസ്സേജസ് ഇൻ ദി mRNA. mRNAയിലുള്ള മെസ്സേജിനനുസരിച്ചിട്ട് ട്രാൻസ്ഫർ RNA അമിനോ ആസിഡ്സിനെ എങ്ങോട്ട് എത്തിക്കുന്നു, റൈബോസോമിലേക്ക് കൊണ്ടുപോകുന്നു. ദ rRNAs വിച്ച് ആർ പാർട്ട് ഓഫ് റൈബോസോംസ് കമ്പൈൻഡ് അമിനോ ആസിഡ്സ് ടു മേക്ക് പ്രോട്ടീൻ. ഈ അമിനോ ആസിഡ്സിനെ കമ്പൈൻ ചെയ്യുന്നത് ആരാണ്, റൈബോസോമൽ RNA ആണ്. റൈബോസോമിൽ കാണുന്ന RNA ആണ് ഈ അമിനോ ആസിഡ്സിനെ തമ്മിൽ കമ്പൈൻ ചെയ്യിപ്പിക്കുന്നത്. നെക്സ്റ്റ് ഇനി 2-3 ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേജസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. നമുക്ക് വെള്ളം പോലെ അറിയാം അല്ലേ. ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും. പ്രോസസ് ടേക്സ് പ്ലേസ് ഇൻ ദി ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ നടക്കുന്ന പ്രോസസ്സ് ഏതാ, ട്രാൻസ്ക്രിപ്ഷൻ. പ്രോസസ് ടേക്സ് പ്ലേസ് ഇൻ സൈറ്റോപ്ലാസം, ട്രാൻസ്ലേഷൻ. ഇത്രയുള്ള അതിൻ്റെയൊക്കെ ഉത്തരം. ഇനി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് RNAസും അതിൻ്റെ ഫംഗ്ഷനും ഫില്ല് ചെയ്യാനുള്ളൊരു കോളാണ്. അതിൽ ഒരെണ്ണം മാത്രം തന്നിട്ടുണ്ട് നമുക്ക്. rRNAയുടെ മാത്രം തന്നിട്ടുണ്ട്, റൈബോസോമൽ RNAയുടെ മാത്രം. ദ പ്രൈമറി കമ്പോണൻറ്റ് ഓഫ് ദി റൈബോസോം ഹെൽപ്സ് ഇൻ ദി ഫോർമേഷൻ ഓഫ് ബോൺസ് ബിറ്റ്വീൻ അമിനോ ആസിഡ്സ്. നമുക്കറിയാം റൈബോസോമിൽ നിന്നാണ് പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നത് അല്ലേ. ട്രാൻസ്ഫർ RNA അമിനോ ആസിഡ്സിനെ കൊണ്ടുകൊടുത്തിട്ട് റൈബോസോമിൽ നിന്നാണ് എന്ത് നിർമ്മിക്കപ്പെടുന്നത്, പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ അമിനോ ആസിഡ്സിനെ തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന, ബോണ്ട് ഫോം ചെയ്യുന്നത് ആരാണ്, റൈബോസോമൽ RNA ആണ്. ബാക്കിയുള്ളതിൻ്റെ ആൻസറൊക്കെ നമ്മൾ കുറച്ച് നേരത്തെ പഠിച്ചതാണ്. നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കാം. പാരഗ്രാഫിനകത്തുണ്ട് അതിൻ്റെ ഉത്തരമൊക്കെ നോക്കിയാൽ. mRNA ക്യാരീസ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം DNA ടു റൈബോസോംസ്. റൈബോസോമിലേക്ക് ജനറ്റിക് ഇൻഫർമേഷൻ കൊണ്ടുപോകുന്നതാരാണ്, mRNA ആണ് കേട്ടോ. അതാണ് mRNAയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഇനി ആരുടെയാണ്, rRNAയുടെ ആണ്. rRNA നമ്മൾ പഠിച്ചതാണ്. tRNAയുടെ ആണ്. tRNA ട്രാൻസ്പോർട്ട് അമിനോ ആസിഡ്സ് ടു ദി റൈബോസോംസ്. അമിനോ ആസിഡ്സിനെ റൈബോസോമിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യലാണ് ആര്, tRNA കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്തവിടെ എഴുതി വെച്ചാൽ മതി. നമുക്ക് നോക്കാനുള്ളത് സിമിലാരിറ്റീസും ഡിഫറൻസസ് ആണ് അല്ലേ. നമുക്കറിയാം ഫാദറിൽ നിന്ന് കുറേ ക്യാരക്ടേഴ്സ് നമ്മുടെ കുട്ടികളിലേക്ക് ഓസ്പ്രിങ്സിലേക്ക് കിട്ടാറുണ്ട്. മദറിൽ നിന്നും കുറേ ക്യാരക്ടേഴ്സ് ഓസ്പ്രിങ്സിന് കിട്ടാറുണ്ട്. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ഇല്ലാത്ത ചില ക്യാരക്ടേഴ്സ് കൂടി കുട്ടികളിൽ, അതായത് ഓസ്പ്രിങ്സിൽ കാണാറുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കാരണം, അല്ലെങ്കിൽ ഇതിനെന്താണ് വിളിക്കുക, ഈ രണ്ട് കാര്യങ്ങൾ എന്തെന്നാണ് വിളിക്കുക, ഈ കാര്യമാണ് നമ്മൾ നോക്കാനുള്ളത് കേട്ടോ. ഹെറിഡിറ്റി റെഫേഴ്സ് ടു ദി എക്സ്പ്രഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഫ്രം പാരൻസ് ടു ദെയർ ഓസ്പ്രിങ്സ്. ഹെറിഡിറ്റി എന്നാണ് അതിനെ പറയുന്നത്. പാരൻസിലുള്ള സ്വഭാവങ്ങൾ ഓസ്പ്രിങ്സിലേക്ക് ഉണ്ടാവുന്നതിന് നമ്മൾ എന്താ വിളിക്കുക, ഹെറിഡിറ്റി എന്നാണ് വിളിക്കുക. ഓക്കെ, അച്ഛൻ്റെ പോലത്തെ കണ്ണ്, അമ്മയുടെ പോലത്തെ മുടി എന്നൊക്കെ പറയില്ലേ നമ്മൾ ചില ക്യാരക്ടേഴ്സിനെ, അത് ഹെറിഡിറ്റി എന്നാണ് വിളിക്കുക. ഓക്കെ, വേരിയേഷൻസ് ആർ ക്യാരക്ടേഴ്സ് എക്സ്പ്രസ്ഡ് ഇൻ ഓസ്പ്രിങ്സ് ദാറ്റ് ഡിഫർ ഫ്രം ദെയർ പാരൻസ്. പാരൻസിലില്ലാത്ത എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ഓസ്പ്രിങ്സിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വേരിയേഷൻ. ഓക്കെ, ഹെറിഡിറ്റിയും വേരിയേഷൻ. പാരൻസിലുള്ള ക്യാരക്ടേഴ്സ് ഓസ്പ്രിങ്സിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് ഹെറിഡിറ്റി. രണ്ട് പാരൻസിലില്ലാത്ത ഏതെങ്കിലും ഒരു ക്യാരക്ടർ കുട്ടിയിൽ കാണുകയാണെങ്കിൽ അതിനെന്താ വിളിക്കുക, വേരിയേഷൻ എന്നാണ് വിളിക്കുക. ഈ ഹെറിഡിറ്റിക്കും വേരിയേഷനും കാരണം എന്താണ്, ജീൻസ് ഇൻഹെറിറ്റഡ് ഫ്രം പാരൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ ബോത്ത് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. ഹെറിഡിറ്റിക്കായാലും വേരിയേഷനായാലും കാരണം എന്താണ്, ജീൻസാണ്. ഫാദറിൽ നിന്നും മദറിൽ നിന്നും, അതായത് പാരൻസിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് വരുന്ന ജീൻസാണ്. ഓക്കെ, ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.
നമ്മുടെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. പിന്നെ ഒരു കാര്യം കൂടി ടീച്ചർ എപ്പോഴും എല്ലാ ക്ലാസ്സിലും പറയാറുള്ളതാണ്, ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നന്നായിട്ട് വായിക്കണം. ഓരോ ലൈൻസിൻ്റെ ഉള്ളിലാണ് ഓരോ ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുന്ന ശീലമുള്ളവർക്ക് മാത്രമേ അതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാ മക്കളും നന്നായിട്ട് പഠിക്കുക, ക്ലാസ് കേൾക്കുക. ഓക്കെ.